ഗൈസ് നമ്മൾ കഴിഞ്ഞ വീഡിയോയുടെ പാർട്ട് 2 ആയിട്ടാണ് ഗൈസ് ഇതുള്ളത്. അപ്പോൾ അതാണ് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഇതിൽ വെള്ളം ഒഴിക്കലും അരിയാണ് നമ്മൾ കാണിച്ചിട്ടുണ്ടായിരുന്നത്. നമ്മൾ അവിടെ തന്നെ വെച്ചിട്ടുണ്ട്. വെള്ളം ഒഴിക്കലും അരിയായി. അത് പിന്നെ ടൈം ലിമിഷൻ ആയതുകൊണ്ട് ഗൈസ് നമുക്ക് നേരെ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അത് ഇടയിൽ വെച്ച് നിന്ന് പോയി ഗൈസ്. ഇതാ നമ്മളിപ്പോൾ വെള്ളം വെച്ചിട്ടുണ്ട്, അരി വെച്ചിട്ടുണ്ട്. ഇനി ഇവിടെ വരാനുള്ള ജീവികളൊക്കെ വരട്ടെ. ഇനി നമ്മുടെ ഇത്ര വെള്ളമുണ്ട്, അതുപോലെ തന്നെ അരിയുണ്ട്. നമുക്ക് അങ്ങോട്ട് പോയി നോക്കാം. മുട്ടയുടെ അടുത്ത് നമ്മൾ കഴിഞ്ഞോട് കണ്ട പോലെ തന്നെ മുട്ടയുടെ അടുത്ത് എന്തായാലും നോക്കിയിട്ട് വരാം. ഒരു ഗൈസ് ഇത് ചിലപ്പോൾ ഈ 2 വീഡിയോ ഞാൻ ഒരുമിച്ചായിരിക്കും അപ്ലോഡ് ചെയ്യുക. അതുകൊണ്ട് നിങ്ങൾക്ക് ചിലപ്പോൾ ഒരു കണ്ടിന്യൂഷൻ ഗ്യാപ്പ് ചിലപ്പോൾ ഫീൽ ആവില്ലായിരിക്കും. മീൻസ് ഇത് എന്താ എനിക്ക് പറയാം, ഞാൻ ഫസ്റ്റ് വീഡിയോ കഴിഞ്ഞിട്ട് ഇത് സെക്കൻഡ് വീഡിയോയ്ക്ക് ഞാൻ ഒരുപാട് ഗ്യാപ്പൊന്നും വരത്തില്ല, പെട്ടെന്ന് തന്നെ ഇടാം. അതായത് ഇപ്പോൾ ഫസ്റ്റ് വീഡിയോ ഇട്ട് കഴിഞ്ഞിട്ട് അപ്പം തന്നെ ഞാൻ സെക്കൻഡ് വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഗൈസ് നമുക്ക് പിന്നെ ഒരു കാര്യം പറഞ്ഞാൽ, ഇതിപ്പോൾ ഈ മുട്ട ഇവിടെ തന്നെ ഉണ്ട്. ഞാനിതിപ്പോൾ തൊടില്ല ഗൈസ്. ഇപ്പം ഞാനിത് തൊട്ട് കഴിഞ്ഞാൽ പിന്നെ തൊട്ടിന് ഉറപ്പായാലും ഇതിൻ്റെ അമ്മക്കൾ ഇവിടെ നിന്ന് ചിലപ്പോൾ മാറ്റാൻ ചാൻസ് ഉണ്ട്. എന്തിനാണ് ഗൈസ് വെറുതെ ഇവിടെ ഇന്നോട്ടെ. ഇനി കുറച്ച് സ്ഥലങ്ങൾ, 2-3 സ്ഥലം കൂടെ അതിൽ വെക്കാൻ പറ്റും ഗൈസ്. നമുക്ക് ഇനി അതിന് പറ്റിയ ഒരു ടംബ്ലർ കൂടെ കണ്ടുപിടിക്കാം. കമ്മ ഗൈസ്, ഇത് 2 ഇപ്പോൾ ഇവിടെ തന്നെ വയ്ക്കാൽ. ഇതിൻ്റെ അടപ്പ അത് എൻ്റെ പോക്കറ്റിലിട്ടുണ്ടായിരുന്നു ഗൈസ്. ഇതാണ് നമുക്ക് അങ്ങോട്ട് പോയി നോക്കാം. ഓട്ടയടാ ഓട്ട ഓട്ടയാണത്. തേങ്ങയായ ഓട്ടയുണ്ടാവും, ചില പാർട്സിലുണ്ടാവില്ല. ഓക്കെ, അത് വിട്. ഇപ്പോൾ ഒരു കത്തിയോ എല്ലാം കിട്ടണമെങ്കിൽ ഇപ്പോൾ ഇത്രയും കുപ്പിയുണ്ട്, എല്ലാത്തിനും മുറിച്ചിടായിരുന്നു. വാട്ട് ഈസ് ദിസ്? സ്പോഞ്ച് പോലെ ഉണ്ടോ കേൾക്കണ? ഇതുണ്ട് ഫുള്ള് സ്പോഞ്ച് പരുവം. ഇത് പ്ലാസ്റ്റിക് അല്ലേ? അതാണേ ഇങ്ങനെ. ഇതെന്തിൻ്റെയാണെന്ന് അറിയണവർ കമൻറ്റ് ചെയ്യുക ഗൈസ്. മഞ്ഞയും കണ്ടു, ഇത് ചോപ്പും കണ്ടു, വരിപ്പികൾ. അതിന് ഒരു ബൗള് അവിടെ. ബിസ്ക്കറ്റിൻ്റെ ആ ബൾബിൻ്റെ ആടാ, അത് കണ്ടത്. ഒരു ലെഗോടെ പീസ് കിട്ടുന്നു. വെള്ളവും അതൊക്കെ കൊടുക്കാം. കുട്ടികളൊക്കെ കുടിക്കുന്ന സ്ഥലം അതൊന്നും ആവശ്യമില്ലടാ. നമുക്കിപ്പോൾ അതിൽ വെള്ളം നിറച്ചിട്ട് വേണ്ട. ഇപ്പം നമുക്ക് ആവശ്യത്തിനുള്ള 2 കിട്ടിയിട്ടുണ്ട് ഗൈസ്. ഇത് ഞാൻ ഉപയോഗിക്കില്ല. ഇത് നമുക്ക് എന്തിനാന്ന് പറഞ്ഞാൽ കമൻറ്റ് ചെയ്യുക. വലിയകളൊന്നും പറയാം. അതാ അവിടെ വെള്ളത്തിനടുത്ത് വെച്ചാൽ എന്തായാലും കുടിക്കടാ. നമ്മ അവിടെ എണ്ണം വെച്ചിട്ടുണ്ടായിരുന്നു ഗൈസ്. ഇതന്നെ ഗൈസ്, നമുക്ക് ഇതാ ഇവിടെ പ്ലേസ്. ഇവിടെ നല്ല നട്ട വെയിലാണ്. നമ്മുടെ പക്ഷികൾക്കൊക്കെ ക്ലിയറായി കാണും. ഗൈസ് അപ്പോൾ നമ്മുടെ അനിയൻ വെള്ളം എടുക്കാൻ വേണ്ടി പോയിട്ട് ഇവിടെയാണ് നമ്മളിപ്പോൾ നമ്മുടെ ഈ വെള്ളം അരിയൊക്കെ വയ്ക്കാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത്. എന്തായാലും അവ എടുത്തിട്ട് വരട്ടെ. ഗൈസ് നമ്മളിപ്പോൾ നമ്മുടെ പാത്രങ്ങൾ 2 സെറ്റാക്കി വെച്ചിട്ടുണ്ട്. നമ്മളിപ്പോൾ വീട്ടിൽ നിന്ന് കാര്യമായിട്ട് പാത്രങ്ങളൊന്നും എടുത്തിട്ട് വന്നിട്ടില്ല. ഇവിടെ നിന്ന് തന്നെ എന്തെങ്കിലും സെറ്റാക്കാൻ വേണ്ടിയിട്ടാണ് വന്നത്. ഇതിൽ നമുക്ക് വെള്ളം ആക്കാം അല്ലേ? അല്ല, ഇത് 2 അറപോലെയുണ്ട്, ഇതിലുണ്ട്. നമുക്കപ്പോൾ 1ാമത്തെ അറയിൽ വെള്ളം നിറയ്ക്കാം. ഇങ്ങനെ അതിലിപ്പോൾ വേണ്ട വെള്ളം ആക്കിയിട്ടുണ്ട്. ഗൈസ് ഞാൻ ഒരു കാര്യം പറയാൻ മറന്നുപോയി. അതായത് ഞാൻ കഴിഞ്ഞ വീഡിയോയിലും പറഞ്ഞിട്ടില്ല, കഴിഞ്ഞ വീഡിയോയിൽ പറയേണ്ട സമയം കിട്ടിയില്ല. അതായത് നിങ്ങൾ
ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇത് തന്നെയാണ് നമുക്ക് മെയിൻ കാര്യം. നിങ്ങളുടെ സപ്പോർട്ടിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇത്രയൊക്കെ ചെയ്യുന്നത്. എന്നിട്ട് പിന്നെ ഈ എൻ്റെ ഫസ്റ്റ് വീഡിയോയിൽ തന്നെ എന്നെ സബ്സ്ക്രൈബ് ചെയ്ത എല്ലാവർക്കും നന്ദിയുണ്ട്. അതുപോലെ തന്നെ ഈ വീഡിയോയിൽ എല്ലാവരും എന്നെ നല്ലോണം സപ്പോർട്ട് ചെയ്യുമെന്ന് വിചാരിക്കുന്നുണ്ട്. എന്നെ ഫസ്റ്റായിട്ട് ഒരാളെ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടായിരുന്നു. അയാൾക്ക് ഏതായാലും എൻ്റെ വകയിൽ താങ്ക്സ് ഉണ്ട്. അതുപോലെ തന്നെ എന്നെ സബ്സ്ക്രൈബ് ചെയ്ത എല്ലാവർക്കും നല്ല താങ്ക്സ് ഉണ്ട്. ഓക്കെ ഗൈസ്, ഇനിയും എന്നെ സപ്പോർട്ട് ചെയ്യണമെന്നാണ് ഞാൻ പറയുന്നത്. ഗൈസ്, നമുക്കിപ്പോൾ ഏതായാലും ഇനി ഈ പണിയിലേക്ക് കിടക്കാം. അരി തീർന്നില്ലോ? ഇല്ല, ഇതിലൂടെ ഉണ്ട്. നീ ഇതിൽ നടക്കി ഇതിലൂടെ നമ്മൾ ഇതിലൊക്കെ അരി നോക്കുന്നുണ്ട്. കൊട്ടണ്ടത്രേ ഉള്ളൂ. നമ്മളിനി അതിലേക്കിപ്പോൾ വെള്ളം ഒഴിക്കാൻ പോകണം. അങ്ങനെ ഓക്കെ, സെറ്റ്. ഈ വെള്ളമൊന്നും ആവശ്യമില്ല. ഒഴിച്ചിടാം. കൊണ്ടുവന്ന അരി എന്തായാലും കഴിയുന്നുണ്ട് ഗൈസ്. ഞാൻ കുപ്പിയൊക്കെ അടച്ചു വെച്ചിട്ട് ഗൈസ്, എനിക്ക് ഭയങ്കര സംശയം ഉണ്ടായിരുന്നു. കാരണം ഇവിടെ എവിടെയെങ്കിലും മുട്ട ഉണ്ടാവും എന്നൊരു സംശയം എനിക്കുണ്ടായിരുന്നു. കാരണം ഞാൻ 2 ദിവസം മുന്നേ ഇവിടെ ഒരു പക്ഷി ഇങ്ങനെ ഇരിക്കുന്ന പോലെ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. അതാണ് എനിക്കൊരു ഡൗട്ട്. ഞാൻ ഇവിടെ വീഡിയോ എടുക്കാൻ പറ്റിയ സ്ഥലങ്ങളൊക്കെ ഉണ്ടോ ഒക്കെ വന്നിട്ട് ഞാൻ നോക്കാൻ വേണ്ടി വന്ന സമയത്താണ് ഞാൻ കണ്ടത് ഒരു പക്ഷി ഇങ്ങനെ അടയിരിക്കുന്ന മാതിരി ഇരിക്കുന്നുണ്ടായിരുന്നു. എന്താ കാക്കോഴിയാണ് ഞാൻ നമ്മൾ ഇറങ്ങി വന്നിട്ടുണ്ടായിരുന്നില്ലേ, ആ ഒരു ഭാഗത്തു നിന്നാണ് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. എന്നിട്ട് പിന്നെ ഞാൻ പെട്ടെന്ന് തിരിച്ചു പോയി. ഓക്കെ ഗൈസ്, നമ്മളപ്പോൾ ഇവിടെ ഇതെന്തായാലും സെറ്റിൽ ചെയ്തിട്ടുണ്ട്. എനിക്ക് നമ്മൾ വെച്ചതിൽ ഇതാണ് ചെറുത് തോന്നുന്നത് ഗൈസ്. അതെ, ചെറുത്. ഞാൻ അരി കൊണ്ടെന്ന് കവർ കൊടുക്കും. വേണ്ട, കിടന്നോട്ടെ. ഓക്കെ ഗൈസ്, കവർ എടുത്തിട്ടോ. ഗൈസ്, ഞാനിപ്പോൾ മുട്ട ഞാൻ തൊട്ടിട്ടില്ല. തൊടണ്ട വിചാരിച്ചു ഗൈസ്. എന്തിനാണ് നമ്മുടെ മനുഷ്യന്മാരെ കഴിച്ചൂട് കട്ടിയിട്ട് അങ്ങനെ എന്തെങ്കിലും ആവണ്ട വിചാരിച്ചിട്ട്. ഗൈസ്, നമുക്ക് ഏതായാലും ഒന്നുകൂടെ മുട്ടയുള്ള സ്ഥലത്തേക്ക് ഒന്ന് പോയി നോക്കാം. സീരിയസ്ലി ഞാൻ വിചാരിച്ചു 1-2 മുട്ടയുണ്ടാവും. ഗൈസ്, 4 മുട്ടയുണ്ടായിരുന്നു. ഞാൻ കാണിച്ചുതരാം. കാടക്കോഴിയുടെ പൊന്നെ മുട്ട എങ്ങനെയായിരിക്കും അത് നോക്കിയോ ഗൈസ്. ഇതുണ്ടോ, 1, 2, 3, 4, കൃത്യം 4 മുട്ടയുണ്ട്. ഇത് വീട്ടിലിട്ട് ഒരു കുട്ടി വളർത്താം. അപ്പോൾ അതിൻ്റെ അമ്മയുണ്ടാവും, അമ്മ വളർത്തിട്ടുണ്ട് കാര്യം. അമ്മൻ്റെ ഗൈസ്, ഇതന്നെ നിങ്ങൾ എല്ലാവരും ഇത് മീൻസ് നമ്മൾ കടയിൽ നിന്ന് വാങ്ങണ പോലെയല്ല ഗൈസ്. ഇത് നാച്ചുറലായിട്ട് പക്ഷി ഇടുന്നതാണ്. കടയിൽ ഇടുന്നതാണ്, പക്ഷെ അത് അവർ കൊണ്ടുവരുന്നതല്ല ഗൈസ്. ഇത് നമ്മൾ അവിടെ നിന്ന് വാങ്ങിച്ചതൊന്നുമല്ല. ഇത് ഇവിടെ തന്നെ ഓൾറെഡി ഉള്ളതാണ്. അതായത് ഇവിടെ പക്ഷി മുട്ട ഇട്ട് വെച്ചതാണ്. അതാണ് അതിൻ്റെ ഒരു കൂട് കൂട്ടാത്തത് കൊണ്ടാണ് ഇവിടെ ഇട്ടത്. കാണുമ്പോൾ കറക്റ്റ് ആ ഒരു കുഴിയുടെ ഒക്കെ ഒരു പെർഫെക്ഷൻ കണ്ട ഗൈസ്. ഒരു മനുഷ്യന് ഇങ്ങനെ കുഴിക്കാൻ പറ്റില്ല. കുഴിക്കാനൊക്കെ കിട്ടും, പക്ഷേ കറക്റ്റ് സ്ക്വയർ ആയിട്ട് വന്നു. അതിങ്ങനെ ചെത്തി എടുത്തിട്ട് കോഴിയാക്കി വെച്ചിരിക്കും. മുട്ടയ്ക്ക് വെക്കേണ്ട പാകത്തിന് എന്തൊക്കെ വെച്ചിട്ടുണ്ട്. അതെ, നോക്കി ഇനിയിപ്പോൾ ആ കോഴി വന്നുകൊണ്ട് ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ ഇരുന്നാൽ അതിൻ്റെ ചൂട് തട്ടിയിട്ട് ഇത് വളരും. അങ്ങനെയാണ് നോർമൽ പ്രോസസ് ഗൈസ്. അപ്പോൾ പിന്നെ ഇന്നത്തെ വീഡിയോ അതായത് ഇത്രേ ഉള്ളൂ. അപ്പോൾ ഇനിയും അരിയുണ്ടോ? അപ്പോൾ പിന്നെ ഗൈസ്,
ഇറ്റ്സ് മീ ഡ്യൂഡിനെ സപ്പോർട്ട് ചെയ്യണ എല്ലാവർക്കും ഞാൻ ഒന്നുകൂടെ പറയണം. അപ്പോൾ എല്ലാവർക്കും താങ്ക്സ്. പിന്നെ അത് മാത്രമല്ല, ഈ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ ഇനിയും ഇതുപോലത്തെ നല്ല നല്ല കണ്ടന്റുകൾ നിങ്ങൾക്ക് കാണണമെങ്കിൽ നമ്മളെല്ലാവരും സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ ബെല്ലൈക്കൺ അടിക്കുക. ഓക്കെ ഗൈസ്, എനിക്ക് ഈ മുട്ട കണ്ടപ്പോൾ ഞാൻ കഴിക്കാം. ഓക്കെ ഗൈസ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയുള്ളൂ. I am Dude Vlogs signing out.